ഇമ്മിഗ്രേഷൻ രംഗത്ത് 3 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരെണ്ണം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ്റെ EAD എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻ്റ് അതിൻ്റെ കാലാവധി 5 വർഷം എന്നുള്ളത് 18 മാസമായി ചുരുക്കുന്നു, 1.5 വർഷമായിട്ട് ചുരുക്കുന്നു. അപ്പോൾ EADക്ക് അപേക്ഷിക്കുന്നത് മിക്കവാറും ഈ H1 വിസയിൽ വന്നവർ, അവരുടെ ഭാര്യമാർ H4 വിസയിലുള്ളവർ, അതുപോലെ തന്നെ H1 വിസ അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 6 വർഷത്തെ കാലാവധി കഴിഞ്ഞ് പിന്നീട് അവർ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചിട്ട് ആ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കാലത്തും ജോലി ചെയ്യുന്നതിന് അനുമതി കിട്ടുന്ന EAD. അപ്പോൾ അതിനൊക്കെ ആണ് ഈ തടസ്സം വരുന്നത്. 18 മാസം എന്ന് പറഞ്ഞാൽ ശൂന്നങ്ങ് പോകും. അത് പിന്നെ പുതുക്കി കിട്ടണമെങ്കിൽ നേരത്തെ തന്നെ അപേക്ഷിച്ചാൽ കൂടി 6 മാസം മുമ്പോ എത്രയോ നാൾ മുമ്പ് അപേക്ഷിച്ചാൽ കൂടി അത് സമയത്തിന് പുതുക്കി കിട്ടിയെന്ന് വരില്ല. സമയത്തിന് പുതുക്കി കിട്ടിയില്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആളുകളെയാണത് ഏറ്റവും അധികം ബാധിക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ ബാധിക്കണമെന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു നിയമം ഉണ്ടാക്കിയതെന്ന് പോലും തോന്നിപ്പോകുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഈ H1 വിസയ്ക്കും അതുപോലെ തന്നെ മറ്റ് വിസകൾക്കും ഒക്കെ അപേക്ഷിക്കുന്നവർ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ അത് പബ്ലിക് എന്നാക്കണം. ഇപ്പോൾ പ്രൈവറ്റായിട്ട് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ കൂടി അതിപ്പോൾ പ്രൈവറ്റാക്കി പബ്ലിക്കാക്കണം. അവർക്ക് ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ, കോൺസുലേറ്റിൽ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ അവർക്കത് കാണണം. അവിടെ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ജിഹാദി നിലപാടുകളോ അല്ലെ അമേരിക്ക വിരുദ്ധ നിലപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. EADയുടെ കാലാവധി തന്നെ കുറയ്ക്കുന്നതിൻ്റെ റീസൺ പറയുന്നതാണ്. അവരെ വീണ്ടും വെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവരെ വീണ്ടും പരിശോധിക്കാൻ പറ്റും. അവരുടെ നിലപാടുകൾ വീണ്ടും പരിശോധിക്കുകയും അമേരിക്ക വിരുദ്ധ നിലപാടുകളുണ്ടെങ്കിൽ അവരെ കൈയോടെ തിരിച്ചയക്കാനും പറ്റും. അതാണ് അതിനു വേണ്ടിയിട്ടാണ് അവരുടെ മേൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാറ്റമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് മൂന്നാമത് വന്നിരിക്കുന്നൊരു കാര്യം, ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്. അതായത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവരും അമേരിക്കൻ പൗരനാണ്. അത് സിവിൽ വാറിന് ശേഷം 1865 അതിനുശേഷം അത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ നിയമം അത് ശരിയല്ല. ആ നിയമത്തിൽ പറയുന്നത്, അന്ന് ആ നിയമം ഉണ്ടാക്കിയ 14th അമെൻമെൻറ്റിൽ പറയുന്നത്, ഈ അമേരിക്കയിൽ ജനിക്കുന്നവരും അമേരിക്കൻ നിയമത്തിന് അധീനരായിട്ടുള്ളവരും എന്നൊരു വാചകമുണ്ട്. സബ്ജക്റ്റ് ടു ദ ജൂറിസ്ഡിക്ഷൻ ദെയർ ഓഫ്. അമേരിക്കയുടെ ആ ജൂറിസ്ഡിക്ഷൻ ആ നിയമ പരിധിക്കുള്ളിൽ നിൽക്കുന്നവർ എന്നൊരു ക്ലോസ് കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ നിയമത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവർ, അതായത് ഇവിടെ നിയമാനുസൃതം വന്നിട്ടുള്ളവരും ഈ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ളവർ, അവരുടെ മക്കൾക്ക് മാത്രമേ പൗരത്വത്തിന് അവകാശമുള്ളൂ എന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് ട്രംപ് ആ സ്ഥാനമേറ്റ അന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചത്, ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതിനെതിരെ അന്നേരം തന്നെ അങ്ങനെ ഉത്തരവ് വന്ന് നിമിഷങ്ങൾക്കകം തന്നെ അത് കേസ് പോയി. പല കോടതികളും അത് കൂടുതലൊന്നും പറയാതെ തന്നെ അവർ ആ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തത്. അത് ശരിയല്ല, ആ ഉത്തരവ് പ്രാബല്യത്തിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രസിഡൻറ്റിൻ്റെ ഉത്തരവ് 30 ദിവസത്തിനകം പ്രാബല്യത്തിൽ വരണമെന്നും പറഞ്ഞായിരുന്നു. എന്നാൽ ഈ കോടതികളെല്ലാം പറഞ്ഞു പറ്റത്തില്ല, അങ്ങനെയൊരു നിയമം പാസ്സാക്കാൻ പറ്റില്ല, അത് പ്രഥമദൃഷ്ട്യാ തന്നെ അത് നിയമവിരുദ്ധമാണ്, ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് പറഞ്ഞ് അവർ ആ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനെതിരെ അഡ്മിനിസ്ട്രേഷൻ സുപ്രീം കോടതിയിൽ പോയി വാദിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലാ ജഡ്ജിമാർക്ക് അവരൊരു ഓർഡർ ഇട്ടാൽ അത് നേഷൻ വൈഡ്, രാജ്യമൊട്ടാകെ അത് ബാധകമാകുന്ന ഇപ്പോഴത്തെ ആ സ്ഥിതി മാറണം എന്നും പറഞ്ഞാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി അതിനെ അനുകൂലിക്കുകയും ചെയ്തു. അപ്പം ഒരു ജില്ലാ ജഡ്ജി, ഫെഡറൽ ഡിസ്ട്രിക്ട് ജഡ്ജി ഒരു ഉത്തരവിട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ, ആ ജൂറിസ്ഡിക്ഷന് കീഴിൽ ഉള്ളവർക്ക് മാത്രമേ അത് ബാധകമാവുള്ളൂ. അമേരിക്ക ഒട്ടാകെ അത് ബാധകമാവില്ല എന്നാണ് ആ സുപ്രീം കോടതിയുടെ വിധി വന്നത്. അത് വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു വിധിയാണത്. അപ്പോൾ അതിൽ സുപ്രീം കോടതി പറഞ്ഞ അതിനൊരു മാർഗ്ഗം, അതിനെ മറികടക്കാനുള്ളൊരു മാർഗ്ഗം ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ്, ആ ഗണത്തിൽപ്പെടുന്ന എല്ലാവരെയും കൂടി ചേർത്ത് ഫയൽ ചെയ്യുമ്പം ആ ദേശവ്യാപകമായിട്ട് അത് ബാധകമാകും. അപ്പം ACLU, സിവിൽ ലിബർട്ടീസ് യൂണിയനും അവരൊക്കെ അങ്ങനെ ക്ലാസ് ആക്ഷൻ ഫയൽ ചെയ്തു. അതായത് ഇവിടെ ജനിച്ച കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ചേർത്ത് പല സ്റ്റേറ്റുകളിലുള്ളവരെ അവരെ ചേർത്ത് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പോൾ അവിടെയും ജില്ലാ കോടതി ഡിസ്ട്രിക്ട് കോടതികൾ വിധിച്ചത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് പ്രസിഡൻറ്റിൻ്റെ ഉത്തരവ് എന്നാണ് വിധിച്ചത്. അപ്പോൾ അത് പ്രഥമദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെയാണ് പ്രസിഡന്റ് ഇപ്പം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ആ കേസ്
ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സംശയിക്കണം, വരാൻ പോകുന്ന ഉത്തരവിനെ പറ്റി നമ്മൾ സംശയിക്കണം. കാരണം സുപ്രീം കോടതി ഇങ്ങനെ അവർക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ഏറ്റെടുക്കാറില്ല. പല കേസുകളും അവരുടെ മുൻപാകെ വരുമെങ്കിലും അതിന് വാദം കേൾക്കാനോ ആ കേസ് കേൾക്കാനോ അവർ തയ്യാറാവില്ല. ഇപ്പോൾ ഇത് കേസ് കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ഇതിൻ്റെ കാര്യം പോക്കാണ് എന്ന് വേണം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി അത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം പ്രധാനമായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ഒരു മുൻവിധിക്ക് എതിരുമായിരിക്കും. അപ്പോൾ ഈ സിവിൽ വാറിന് ശേഷം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത്, 14th അമെൻഡ്മെൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സിവിൽ വാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ഡ്രഡ് സ്കോട്ട് വേഴ്സസ് സ്റ്റേറ്റ് എന്തോ പറഞ്ഞ് ഡ്രഡ് സ്കോട്ട് വിധി എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഈ കറുത്ത വർഗ്ഗക്കാർക്ക് അമേരിക്കയിൽ പൗരത്വത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ആ വിധി പറയുന്നത്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് 65 പിന്നെ ഈ പുതിയ ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്. അതായത് ഇവിടെ ജനിച്ചവരും അവരുടെ മക്കളും അവരെല്ലാം പൗരന്മാരായിരിക്കും, അവരുടെ പൗരത്വം എടുത്തു കളയാൻ പറ്റില്ല എന്ന് വിധി വന്നത്. അപ്പോൾ അങ്ങനെ വിധി വന്ന് ആ സമയത്ത് ഇവിടെ ജനിച്ച ഒരു ചൈനക്കാരൻ കുട്ടി, അവർ ഇല്ലീഗലായിട്ടുള്ള ആളുടെ പിന്നെ മകനായിരുന്നു. ഇവിടെ ലീഗലായിട്ടല്ലാതെ താമസിച്ചിരുന്ന ചൈനക്കാരൻ്റെ മകൻ, ആ കുടുംബം തിരിച്ച് ചൈനയിൽ പോയി. എന്നിട്ട് ഈ പയ്യൻ കിം ആർക്ക് എന്നോ മറ്റാണ് പേര്. അയാൾ 1898 തിരിച്ചു വന്നപ്പം അയാളെ പിന്നെ അമേരിക്ക പ്രവേശിപ്പിക്കില്ല, കാരണം അയാൾ പൗരനൊന്നും അല്ല എന്ന് പറഞ്ഞ് അതിനെ ഈ അധികൃതർ പുള്ളിക്ക് പ്രവേശനം നിഷേധിച്ചു. അതിനെതിരെ ഇയാൾ കോടതിയിൽ പോയി. സുപ്രീം കോടതി അതിൻ്റെ വിധി പുറപ്പെടുവിച്ചു. അതായത് അയാൾ ഇവിടെ ഇല്ലീഗലായിട്ടുള്ളവരുടെ സന്താനമായിരുന്നുവെങ്കിലും അയാൾ ഇവിടെ ജനിച്ചവനാണ്. അതുകൊണ്ട് ഈ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് അയാൾക്ക് ഇവിടെ പൗരത്വത്തിന് അവകാശമുണ്ടെന്നായിരുന്നു വിധി. അപ്പോൾ അത് ആ 1898 വിധി പിന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. പിന്നീട് എല്ലാ കാലത്തും ആ വിധിക്കനുസരിച്ച് ഇവിടെ ജനിച്ചാൽ പിന്നെ ഇവിടുത്തെ പൗരത്വം എന്നുള്ളതായിരുന്നു ഇതേവരെയുള്ള സ്ഥിതി. അപ്പോൾ അതിനെയാണ് പ്രസിഡന്റ് ട്രംപ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പം പ്രസിഡന്റ് ട്രംപ് വാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അന്നത് കറുത്തവർക്ക് വേണ്ടിയായിരുന്നു, അല്ലാതെ ഈ ഇല്ലീഗലായിട്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ആ നിയമ ഭേദഗതി. അതിനു പുറമെ ഇവിടുത്തെ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തവർ, ഇവിടുത്തെ ജൂറിസ്ഡിക്ഷനിൽ ഇല്ലാത്തവർ, അവർക്ക് പൗരത്വം കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല. ഇവിടെ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ താൽക്കാലിക ജോലിക്ക് വരുന്നവരും അവരൊന്നും ഇവിടെ സ്ഥിരമായിട്ടുള്ള ആളുകളല്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടതില്ല. തുടങ്ങിയ ആർഗ്യുമെൻസാണ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം സുപ്രീം കോടതിയുടെ വിധി എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അടുത്ത വർഷം എപ്പോഴെങ്കിലും ആ വിധിയും ഉണ്ടാവും. അപ്പം അതും എങ്ങനെ വരുമെന്നാണ് ഇനി നമ്മളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നത്.